അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രാവിലത്തെ ഒരു വിശേഷമായിട്ടാണ് കേട്ടോ. ഇപ്പോൾ അടുപ്പങ്ങളിലൊക്കെ നേരെ തുടച്ച് തീ കൂട്ടാനുള്ള ഒരുക്കത്തിലാണ്. തീ കത്തിച്ചിട്ട് നമ്മൾ ഇന്നലത്തെ കുറച്ച് മീൻകറി ഉണ്ട്, അത് ചൂടാക്കണം. കുറച്ച് മീൻകറി ഉണ്ട്, അപ്പോൾ അതിലേക്ക് നല്ല അപ്പം ഉണ്ടാക്കാം കേട്ടോ. അപ്പം കത്തണ കണ്ട നിങ്ങളുടെ വിചാരം നല്ല കത്തണ അടുപ്പാന്ന് വെക്കാറും, പക്ഷെ നിങ്ങൾക്ക് തെറ്റിയിട്ടോ. കുടുക്കുണ്ട് വെച്ച കാണാം ഇതിൻ്റെ ഒരു സ്വഭാവം. അടുപ്പിന് അപ്പം ഒരു മാഞ്ഞാളം കൊഞ്ചലാണ്. ഇങ്ങനെ കത്തുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. കുടുക്ക വെക്കാൻ പാടില്ല. കുടുക്ക വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇതിനൊരു എന്തെന്നാ പറയേണ്ടത്, അപ്പം തീയാണ്ട് കെടും. പിന്നെ കുടുക്ക ഇറക്കി വെച്ചിട്ട് പിന്നെ ഊതണം. ഊതിയിട്ട് മനുഷ്യൻ്റെ ഊപ്പാടം കൊണ്ട് അളവെന്ന് പറഞ്ഞ പോലെയായി. അങ്ങനെ ഊതണം. പിന്നെ കുറേ കഴിഞ്ഞിട്ടൊന്ന് സെറ്റായിട്ടാണ് ശരിക്കും ഒന്നാണ് കത്തിട്ടത്. കുടുക്ക ഇങ്ങോട്ട് വെച്ചാൽ അടുപ്പങ്ങോട്ട് പോകഞ്ഞു. ഇനി അതും കൂടി എടുത്ത അടുപ്പ് കത്തി. അങ്ങനെ ആയിട്ട് ഒരുപാട് സമയം വേണപ്പോൾ. അടുപ്പൊക്കെ കത്തി പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കത്തി പൊടിച്ചാൽ പിന്നെ ഒരു രക്ഷയില്ല, ഭയങ്കര അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം. ഞാനിവിടെ പച്ചരി പൊടി ഉണ്ടല്ലോ, പച്ചരി പൊടിച്ച് കൊടുന്ന മില്ലിൽ നിന്ന് കൊടുന്ന പൊടി, അത് കലക്കിയിട്ടുണ്ട് അപ്പം ചൂടുന്നത്. അപ്പോൾ നമ്മളതൊന്ന് കുറച്ചായിട്ടേ എടുത്തിട്ടുള്ളൂ. നമുക്ക് കുറച്ച് തന്നെ ആവശ്യമുള്ളൂ ഇവിടെ. അപ്പോൾ അത് 2 കയ്യിൽ മിക്സിയിലേക്ക് ഇട്ടിട്ട് ലേശം ഉപ്പ് ഇടുക. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തൊരു മാവാണിത്. ഇതുവരെ നമ്മൾ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂടായി വരുമ്പോൾ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കുക കേട്ടോ. ദോശയൊക്കെ ഞാൻ ഫ്രൈ പാനിലാട്ടോ ചുടൽ, അപ്പമൊക്കെ. ബാക്കി ചോറും കൂട്ടാനൊക്കെയാണ് ഞാൻ അടുപ്പിൽ വെക്കാറുള്ളൂ. രാവിലത്തെ ചായയുടെ കടിയൊക്കെ ഞാൻ ഗ്യാസിലാണ് ഉണ്ടാക്കാറ് കേട്ടോ. അങ്ങനെ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് പാർന്ന് കൊടുക്കാം. നമുക്കൊന്ന് അടച്ച് വെക്കാം. റെഡിയായിട്ടുണ്ട്. അടിപൊളി ദോശയാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇവർക്ക് തലേ ദിവസത്തെ ഒരു മീൻകറി കൂടി ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാട്ടോ. അപ്പോൾ എനിക്ക് ഇന്നലത്തെ മീൻകറി ഉണ്ട്, അപ്പോൾ അത് കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. ഉമ്മാക്ക് എന്നും ഇത് തന്നെയാണ്. ഇത് കിട്ടിയ അമ്മക്ക് പിന്നെ ഒന്നും വേണ്ട, ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ പൊടി കലക്കിയിട്ടുള്ള ദോശയും ഇഡ്ഡലിനേക്കായൊക്കെ ഇഷ്ടം ഇത് കലക്കിയിട്ടുള്ള, ഈ പൊടി കലക്കിയിട്ടുള്ള അപ്പം കൊടുത്താലട്ടോ ഭയങ്കര ഇഷ്ടമാണ് അമ്മക്ക്. അപ്പോൾ നോക്കാൻ എങ്ങനെയുണ്ട്? രസമുണ്ടോ? അപ്പോഴാട്ടിയത് തിന്നതല്ല. എന്ത് ചെയ്യാൻ അപ്പം ഇഷ്ടം. എനിക്ക് മീൻ കറി എനിക്ക് വലിയ ഇഷ്ടമല്ല. അപ്പോഴാട്ടി ചുറ്റ് മീൻ കറി കറിക്ക് പറഞ്ഞത്